സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ വാക്കാണ് GDP വളർച്ച. രാജ്യം വളരുന്നു, സമ്പദ് വ്യവസ്ഥ ശക്തമാകുന്നു, ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികളായി ഇന്ത്യ ഉയരുന്നു. ഇങ്ങനെ ഭരണകൂടങ്ങളും മാധ്യമങ്ങളും നിരന്തരം പറയുന്നുണ്ട്. പക്ഷേ ഒരു പ്രധാന ചോദ്യം നമ്മൾ ചോദിക്കണം. ഈ വളർച്ചയുടെ ഗുണം ആരിലേക്ക് എത്തുന്നു? 1776 ആഡം സ്മിത്ത് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് എഴുതുമ്പോൾ രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിക്കണമെന്ന് പറഞ്ഞു. ഡേവിഡ് റിക്കാർഡോ പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരും ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചയെ പ്രധാനമായി കണ്ടു. എന്നാൽ അവർ ഒരിക്കലും ദരിദ്രരുടെ അവസ്ഥ മോശമായാലും പ്രശ്നമില്ല, GDP മാത്രം ഉയർന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നവലിബറൽ സാമ്പത്തിക നയങ്ങൾ പറയുന്നത് അതാണ്. വലിയ കമ്പനികൾക്കും കോർപ്പറേറ്റുകൾക്കും അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കണം, തൊഴിലാളികളുടെ അവകാശങ്ങൾ കുറയ്ക്കണം, വേതനം താഴ്ത്തണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നിക്ഷേപം വരൂ, GDP ഉയരും എന്നാണ് അവർ പറയുന്നത്. അതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. രാജ്യം സമ്പന്നമാകുന്നു എന്ന് പറയുമ്പോഴും സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടാകുകയാണ്. തൊഴിലില്ലായ്മ ഉയരുന്നു, കർഷകർ പ്രതിസന്ധിയിലാണ്, യുവാക്കൾക്ക് സ്ഥിരം ജോലി കിട്ടുന്നില്ല, വിലക്കയറ്റം കാരണം സാധാരണ കുടുംബങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും ബുദ്ധിമുട്ടാണ്. വേൾഡ് ഇനിക്വാലിറ്റി ഡാറ്റാബേസ് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ 1% ആളുകളുടെ കൈവശം ഇന്ന് രാജ്യത്തിൻ്റെ വലിയൊരു ശതമാനം സമ്പത്ത് കേന്ദ്രീകരിക്കുകയാണ്. അതേസമയം ഭൂരിപക്ഷ ജനങ്ങളുടെ വരുമാനം വളരെ കുറവാണ്. അതായത് രാജ്യം വളരുന്നു, പക്ഷേ ആ വളർച്ചയുടെ ഫലം കുറച്ച് ആളുകളുടെ കൈകളിലേക്ക് അടിഞ്ഞുകൂടുന്നു. മറ്റൊരു സത്യവും കാണാം. ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും പോഷകാഹാരക്കുറവ് വർദ്ധിച്ചിരിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം പോലും ഉറപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. എന്നാൽ ഇതൊന്നും വികസനത്തിൻ്റെ ചർച്ചയിൽ വരാറില്ല. കാരണം ഭരണകൂടം കാണിക്കുന്നത് GDP കണക്കുകൾ മാത്രമാണ്. ഇതിൻ്റെ അബദ്ധം മറ്റൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആളൊന്നിനെ GDPയിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ മറികടന്ന സമയമുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഇന്ത്യയിലെ ചില രാഷ്ട്രീയ ശക്തികൾ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് കടക്കുന്നു എന്ന് ആരോപിക്കുന്നു. അപ്പോൾ ചോദ്യം എന്താണ്? ബംഗ്ലാദേശ് കൂടുതൽ വികസിതമാണെങ്കിൽ ആളുകൾ എന്തിന് ഇന്ത്യയിലേക്ക് വരും? അതിനർത്ഥം GDP മാത്രം വികസനത്തിൻ്റെ ശരിയായ അളവുകോൽ അല്ല എന്നതാണ്. യഥാർത്ഥ വികസനം എന്താണ്? അത് സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതാണ്. തൊഴിലാളികളുടെ വേതനം ഉയരണം, കർഷകന്റെ വരുമാനം വർദ്ധിക്കണം, യുവാക്കൾക്ക് ജോലി ലഭിക്കണം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും ജനങ്ങൾക്ക് നല്ല ആരോഗ്യ സേവനവും ലഭിക്കണം, ജനങ്ങൾക്ക് മാന്യമായ ജീവിതം ഉറപ്പാക്കണം. അതാണ് യഥാർത്ഥ വികസനം. BR അംബേദ്കർ ഭരണഘടന അവതരിപ്പിക്കുമ്പോൾ ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാഷ്ട്രീയ ജനാധിപത്യം മാത്രം മതിയാവില്ല, സാമ്പത്തിക ജനാധിപത്യവും വേണം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ടവകാശം ഉണ്ടെങ്കിലും ജനങ്ങളുടെ ജീവിതം ദാരിദ്ര്യത്തിലും അസമത്വത്തിലും ആണെങ്കിൽ ജനാധിപത്യം തന്നെ അപകടത്തിലാകും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതിനാൽ സുഹൃത്തുക്കളെ, ഒരു രാജ്യത്തിൻ്റെ വികസനം അളക്കേണ്ടത് GDP കൊണ്ട് മാത്രമല്ല, ആ രാജ്യത്തിലെ സാധാരണ മനുഷ്യൻ്റെ ജീവിതം എത്ര മെച്ചപ്പെട്ടു എന്നതാണ് യഥാർത്ഥ മാനദണ്ഡം. ജനങ്ങളുടെ കൈകളിലേക്ക് അധികാരവും സമ്പത്തും എത്തുമ്പോഴാണ് ഒരു രാജ്യം യഥാർത്ഥത്തിൽ വികസിക്കുന്നത്.